എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 50 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. 91ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആഹാരം എന്ന പദത്തിൻ്റെ പര്യായമായി വരുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അഷ്ടി. അഷ്ടിയാണ് ആഹാരം എന്ന് പറയുന്നത്. അബ്ദം എന്താണ്? അബ്ദത്തിന്റെ മീനിങ് എന്തൊക്കെ വരും? പർവ്വതം, മേഘം, വത്സരം. വത്സരം എന്ന് വെച്ചാൽ ആണ്ട്, വർഷം എന്നൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള മീനിങ് അബ്ദത്തിനുണ്ട്. എന്തൊക്കെ വരും? അബ്ദം, പർവ്വതം, മേഘം, വത്സരം. പിന്നെ വിഭൂതി. വിഭൂതി എന്ന് വെച്ചാൽ എന്താണ്? വിഭൂതിയുടെ മറ്റർത്ഥങ്ങളാണ് ശക്തി, സൃഷ്ടി എന്നൊക്കെ വരുന്നു. ശക്തി, സൃഷ്ടി. പിന്നെ ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾവി. ശ്രുതിയുടെ മീനിങ് ആണ് കേൾവി. അടുത്ത 92ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആകാശം നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഉത്തരം മുട്ടുക. ആകാശം നോക്കുക എന്ന് വെച്ചാൽ ഉത്തരം മുട്ടുക. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പദം എഴുതുക. സുമിത്രയുടെ മകൻ. സുമിത്രയുടെ മകൻ ആരാണ്? കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൗമിത്രി. സുമിത്രയുടെ മകൻ സൗമിത്രി. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, രാപകൽ. രാപകൽ. ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഏതാണ്? രാപകൽ. നമ്മൾ സാധാരണ രാപ്പകൽ എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? പക്ഷെ കറക്റ്റ് ആൻസർ രാപകൽ. അടുത്തത് 95, ചിന്മുദ്ര ശരിയായി പിരിച്ചെഴുതിയത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ചിത് പ്ലസ് മുദ്ര. ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. 96ാമത്തെ ക്വസ്റ്റ്യൻ, യാചകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, യാചകി. യാചകൻ, യാചകി. 97ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബഹുവചന പ്രത്യയമല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൻ. ബഹുവചന പ്രത്യയമല്ലാത്തത് അൻ. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹരി പ്ലസ് ഉഡേ. ഹരി പ്ലസ് ഉഡേ എങ്ങനെ വരും? ഹരിയുടെ. യാ ആഗമിച്ചു വന്നല്ലേ? ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഹരി പ്ലസ് ഉഡേ, ഹരിയുടെ. അടുത്ത 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡു നോട്ട് കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദേ ആർ ഹാച്ചഡ്. ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത്. അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ, ഇരിക്കും മുമ്പേ കാൽ നീട്ടരുത്. അടുത്തത്, ശരിയായ വാക്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാനേജരെ കണ്ടിട്ടും കാര്യം നടന്നില്ല. മാനേജരെ കണ്ടിട്ടും കാര്യം നടന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ പല പല ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പദം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആജാനുബാഹു. ആജാനുബാഹു. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ, അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മക്കൾ. അടുത്ത 83ാമത്തെ ക്വസ്റ്റ്യൻ, ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൂര്യൻ. ഇനൻ, സൂര്യൻ. അടുത്ത 84ാമത്തെ ക്വസ്റ്റ്യൻ, അധസ്ഥലം പിരിച്ചെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അധഹ പ്ലസ് സ്ഥലം, അധസ്ഥലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അധഹ പ്ലസ് സ്ഥലം, അധസ്ഥലം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ശരിയായ രൂപം ഏത്? ഇത് അർത്ഥാന്തരന്യാസം എന്നുള്ള വാക്കാണ് 4 രീതിയിലൂടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ശരിയായിട്ട് എഴുതിയത് ഏതാണെന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അർത്ഥാന്തരന്യാസം. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ, സന്ധി നിർണയിക്കുക. 90. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആദേശസന്ധി. എങ്ങനെ വരും? 90 പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? തൊൺ പ്ലസ് നൂർ.
തൊൺ പ്ലസ് നൂർ ആണ് 90. ഇവിടെ ഏത് സന്ധിയാണ് വരുന്നത്? ആദേശ സന്ധി. അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ. പൂജക ബഹുവചനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഗവതർ. ക്വസ്റ്റ്യൻ നമ്പർ 88ാമത്തെ ക്വസ്റ്റ്യൻ. വിഹകം പര്യായമായി വരുന്ന വാക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പക്ഷി. പക്ഷിയുടെ മറ്റൊരു പേരാണ് വിഹകം. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റപ്പദം ഏത്? പഠിക്കാനുള്ള ആഗ്രഹം. കറക്റ്റ് ആൻസർ ഏതാണ്? പിബഡിഷ. പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നദി എന്ന അർത്ഥം ഇല്ലാത്ത പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നദപതി. നദി എന്ന അർത്ഥം ഇല്ലാത്ത പദമാണ് നദപതി. എങ്കിൽ നദപതിയുടെ അർത്ഥം എന്താണ്? കടൽ. അല്ലെങ്കിൽ നദിയുടെ പതിയാണ് നദപതി. നദിയുടെ പതിയാണ് നദപതി. അപ്പോൾ അതാരാണ്? കടൽ. അന്നേരം നദപതിയുടെ മീനിങ് ആണ് കടൽ. ബാക്കി എല്ലാ വാക്കുകളും നദിയുടെ പര്യായമാണ്. ഏതൊക്കെ വരും? തടിനി, ആപക, നിമ്നക. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ശരത് ചന്ദ്രൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ശരത് ചന്ദ്രൻ. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റസ് ക്യൂ എന്ന വാക്കിന്റെ മലയാള പരിഭാഷയാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മാറ്റമില്ലാത്ത സ്ഥിതി. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൂർവം. പൂർവം എന്ന വാക്കിന്റെ വിപരീത പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പശ്ചിമം. എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് പശ്ചിമവും പൂർവവും. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഭാഗിനേയൻ സ്ത്രീലിംഗം എഴുതുക. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഗിനേയി. ഭാഗിനേയൻ, ഭാഗിനേയി. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. ഈ ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പുരോഗതി ഇല്ലാത്ത അവസ്ഥയെ. അപ്പോൾ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? പുരോഗതി ഇല്ലാത്ത അവസ്ഥ. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There is no rose but has thorns എന്നതിന്റെ വിവർത്തനം. ഇതിന്റെ മലയാള പരിഭാഷ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആകാശകുസുമം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത്. 99ാമത്തെ ക്വസ്റ്റ്യൻ. റിജു. റിജുവിന്റെ വിപരീതം എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വക്രം. റിജു, വക്രം. 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പികം എന്ന വാക്കിന്റെ അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കുയിൽ. പികം, കുയിൽ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 2ഉം 4ഉം. 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അടുത്തത് അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഈ 2 വാക്യങ്ങളും ശരിയാണ്. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിന്റെ ശരിയായ രൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് രുക്മിണി. സ്വർണ്ണ നിറമുള്ളവൾ എന്ന് പറയുന്നത് രുക്മിണി. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രയോഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും. 95ാമത്തെ ക്വസ്റ്റ്യൻ. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അഭിനേത്രി. അഭിനേതാവ്, അഭിനേത്രി.
തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, തർക്ക വിഷയം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് വെച്ചാൽ അതിൻ്റെ മലയാള തർജ്ജമ എന്താണ്? തർക്ക വിഷയം. 97ാമത്തെ ക്വസ്റ്റ്യൻ. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥമുള്ള ഒറ്റപ്പദം എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ദിദൃശു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ദിദൃശു. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ പ്ലസ് നിന്റെ പ്ലസ് ഇവ ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടു മാത്രം. അത് ഏതാണ് വരുന്നത്? എൻ്റെയും നിൻ്റെയും. എൻ്റെ പ്ലസ് നിൻ്റെ പ്ലസ് ഇത് രണ്ടും ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? എൻ്റെയും നിൻ്റെയും. 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ നിന്ന് രൂപക സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പാദപങ്കജം. ക്വസ്റ്റ്യൻ നമ്പർ 100. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, തൺ പ്ലസ് താർ. തൺ പ്ലസ് താർ, തണ്ടാർ. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പരിഭവം. അർത്ഥം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന പദമാണ് പരിഭവം. ആക്ഷേപം, നിന്ദനം, പരിവാദം ഇതെല്ലാം സെയിം മീനിങ് ഉള്ള വാക്കുകളാണ്. ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വാക്കാണ് പരിഭവം. 92ാമത്തെ ക്വസ്റ്റ്യൻ. ദൃഢം എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ശിഥിലം. ദൃഢം, ശിഥിലം. 93ാമത്തെ ക്വസ്റ്റ്യൻ. വിറ്റു എന്ന പദം പിരിച്ചെഴുതിയത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വിൽ പ്ലസ് തു. വില് പ്ലസ് തു. വില് പ്ലസ് തു, വിറ്റു. വിൽ അല്ല, വില്. വില് പ്ലസ് തു, വിറ്റു. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെറുതെ പേടിപ്പിക്കുക എന്നതിന് സമാനമായ ശൈലി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉമ്മാക്കി കാട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 95. താഴെ കൊടുത്തവയിൽ നപുംസകലിംഗം അല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാള. ക്വസ്റ്റ്യൻ നമ്പർ 96. ജാമാതാവ് എന്ന പദത്തിന്റെ അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവിനെ പറയുന്നതാണ് ജാമാതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 97. ശരിയായ പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വിഡ്ഢിത്തം. വിഡ്ഢിത്തം. ക്വസ്റ്റ്യൻ നമ്പർ 98. തെറ്റായ വാക്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓരോ കടതോറും കയറി ഇറങ്ങി. തെറ്റായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്, ഓരോ കടതോറും കയറി ഇറങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 99. മറന്നുപോയി ഇതിലെ അടിവരയിട്ട പദം. പോയി എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അനുപ്രയോഗം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ there is a will, there is a way എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ക്ലാസുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.